കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാമത്തെ അധ്യായം ഇതിലെ 17-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. രാജോവാച പ്രിയവ്രതോ ഭാഗവതാത്മാ രാമഃ കഥം മുനേ ഗൃഹേ രമതയൻ മൂലകർമ്മബന്ധ പരാഭവഃ നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷ്വഭിനിവേശോയം പുംസാം ഭവിതുമർഹതി മഹതാം ഖലു വിപ്രശ്രേ ഉത്തമശ്ലോകപാദയോഃ ഛായാനിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതിഃ സംശയോയം മഹാൻ ബ്രഹ്മൻ ദാരാഗാരസുതാദിഷു സക്തസ്യ യത്സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുത. ശ്രീശുക ഉവാച ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസ ഹംസദൈത കഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. യർഹി വാവഹരാജൻ സ രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണോപാസേവയ അഞ്ജസാവഗത പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനായാം നാദപ്രവരഗുണൈകാന്തഭാജനതയാ സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരകക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യപി തദപ്രത്യാംനാദവ്യം തദധികരണ ആത്മനോന്യസ്മാദ് അസതോപി പരാഭവമന്വീക്ഷമാണഃ. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാനവ്യവസിത സകലജഗദഭിപ്രായ ആത്മയോനിരഖിലനിഗമനിജഗണ പരിവേഷ്ടിതസ്വഭവനാ അവതതാരാം. സ തത്ര തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിരനുപഥമരപരിവൃഢൈ അഭിപൂജ്യമാന പഥിപഥിചവരൂഥശ സിദ്ധ ഗന്ധർവസാധ്യചാരണമുനിഗണൈരുപഗീയമാനോ ഗന്ധമാദനദ്രോണീമവഭാസയന്നുപസസർപ്പ. തത്ര ഹവായേനം ദേവർഷിർ ഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യഗർഭമുപലഭമാന സഹസൈവോത്ഥായാർഹണേന സഹ പിതാ പുത്രാഭ്യാമവഹിതാഞ്ജലിരുപതസ്ഥേ. ഭഗവാനപി ഭാരത തദുപനീതാർഹണസൂക്തവാക്യേനാദിതരാമുദിത ഗുണഗണാവതാരസുജയഃ പ്രിയവ്രതമാദിപുരുഷസ്തം സദയഃ ഹോവാച. ശ്രീഭഗവാനുവാച നിബോധതാദേത്താതേദ അമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തത് ഏഷ മഹർഷിർ വഹാമ സർവേ വിവശാ യസ്യ ദിഷ്ടം ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈഃ പരതസ്വതോ വാ കൃതം വിഹന്തം തനുഭൃത് വിഭൂയാത് ഭവായ നാശായ ച കർമ്മകർത്തും ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗം അവ്യക്തദിഷ്ടം ജനതാം ഗധത്തെ. യദ്വാചിതന്ത്യം ഗുണകർമ്മദാമഭി സുദുസ്തരേർവത്സവയം സുയോജിതാ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോദാനസീവദ്വിപദേ ചതുഷ്പദ. ഈശാഭിസൃഷ്ടം ഹ്യവരുന്ധമഹേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഗാത് ആസ്ഥായ തത്തദ്യതയുങ്ക്ത നാഥശ്ചക്ഷുസ്തദാന്ധാ ഇവ നീയമാനാഃ. മുക്തോപി താവദ്വിഭ്രിയാൽ സ്വദേഹ ആരബ്ധമശ്നന്നഭിമാനശൂന്യ യഥാനുഭൂതം പ്രതിയാതനിദ്ര കിഞ്ചാന്യദേഹായ ഗുണാൻ ന വൃങ്ക്തേ. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാദ് യതഃ സ ആസ്തേ സഹ ഷട്സപത്ന ജിതേന്ദ്രിയസ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമഃ കിം नु കരോത്യവദ്യം. ഷട്സപത്നാൻ. അടുത്ത ശ്ലോകമാണ് എടുക്കേണ്ടത്, 18-ാമത്തെ ശ്ലോകം. ഷട്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയേതേത പൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ ക്ഷീണേഷു കാമം
വിചരേദ്വിപശ്ചിൽ യഃ ഷട്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യ യതേത പൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ ക്ഷീണേഷു കാമം വിചരേദ്വിപശ്ചിത്. യാതൊരുവൻ ആ 6 ശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവനായിട്ടുണ്ടോ, അങ്ങനെയുള്ളവൻ ഷട്സപത്നാൻ വിജിഗീഷമാണോ, അങ്ങനെയുള്ളവൻ ആദ്യം തന്നെ ആ ഗൃഹങ്ങളിൽ പ്രവേശിച്ചിട്ട് യത്നിക്കണം. ഗൃഹേഷു നിർവിശ്യ യതേത പൂർവം, ആദ്യം തന്നെ ആ ഗൃഹങ്ങളിൽ പ്രവേശിച്ചിട്ട് യത്നിക്കണം. അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ, ദുർഗത്തെ ആശ്രയിച്ചവൻ ആ ബലവാന്മാരായിരിക്കുന്ന ആ ശത്രുക്കളെ അതിക്രമിക്കുന്നു. അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ, ആ ദുർഗത്തെ ആശ്രയിച്ചവൻ ആ ബലവാന്മാരായിരിക്കുന്ന ശത്രുക്കളെ അതിക്രമിച്ചിരിക്കുന്നു. ക്ഷീണേഷു കാമം വിചരേദ്വിപശ്ചിത്. അപ്പോൾ അവർ ആ ക്ഷീണന്മാരായിരിക്കുമ്പോൾ അറിവുള്ളവനായിരിക്കുന്ന അവൻ്റെ കാമം യഥേഷ്ടം സഞ്ചരിക്കണം എന്നാണ്. യഃ ഷട്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യ യതേത പൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ ക്ഷീണേഷു കാമം വിചരദ്വിപശ്ചിൽ. യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ ഷട്സപത്നാൻ 6 ശത്രുക്കളെ വിജിഗീഷമാണ ജയിപ്പാൻ ആഗ്രഹിക്കുന്നുവോ. യഹ ഷട്സപത്നാൻ വിജിഗീഷമാണോ, യാതൊരുവൻ ആ 6 ശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവനോ സപൂർവം അവൻ ആദ്യം തന്നെ ഗൃഹങ്ങളിൽ നിർവിശ്യ പ്രവേശിച്ചിട്ട് യതേത യത്നിക്കണം. ദുർഗത്തെ ആശ്രയിച്ചവൻ ഊർജിതാരിൻ ബലവന്മാരായിരിക്കുന്ന ശത്രുക്കളെ, ആ ദുർഗത്തെ ആശ്രയിച്ചവൻ ബലവാന്മാരായ ശത്രുക്കളെ അതിക്രമിക്കുന്നു. തേഷു ക്ഷീണേഷു, അവർ ക്ഷീണന്മാരായിരിക്കുമ്പോൾ വിപശ്ചിത് അറിവുള്ളവനായിരിക്കുന്ന അവൻ യഥേഷ്ടം സഞ്ചരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. യാതൊരുവൻ ആ 6 ശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവനോ. യാതൊരുവൻ ഷട്സപത്നാൻ 6 ശത്രുക്കളെ വിജിഗീഷമാണോ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവനോ സപൂർവം അവൻ ആദ്യം തന്നെ ഗൃഹങ്ങളിൽ നിർവിശ്യ പ്രവേശിച്ചിട്ട് യതേത യത്നിക്കണം. ദുർഗാശ്രിത ദുർഗത്തെ ആശ്രയിച്ചവൻ ഊർജിതാരിൻ ബലവന്മാരായിരിക്കുന്ന ശത്രുക്കളെ അത്യേതി അതിക്രമിക്കുന്നു. തേഷു ക്ഷീണേഷു, അവർ ആ ക്ഷീണവാന്മാരായിരിക്കുമ്പോൾ വിപശ്ചിത് അറിവുള്ളവനായിരിക്കുന്ന അവൻ കാമം വിചരേത് യഥേഷ്ടം സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് യഹ ഷട്സപത്നാൻ വിജിഗീഷമാണഃ സപൂർവം ഗൃഹേഷു നിർവിശ്യ യതേത ദുർഗാശ്രിതഃ ഊർജിതാരിൻ അത്യേതി തേഷു ക്ഷീണേഷു വിപശ്ചിത് കാമം വിചരേത്. ഒന്നുകൂടി പറയാം. യഹ ഷട്സപത്നാൻ വിജിഗീഷമാണഃ സ പൂർവം ഗൃഹേഷു നിർവിശ്യ യതേത ദുർഗാശ്രിതഃ ഊർജിതാരീൻ അത്യേതി ക്ഷീണേഷു വിപശ്ചിത് കാമം വിചരേത്. യാതൊരുവൻ അശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവനോ അവൻ ആദ്യം ആ ഗൃഹങ്ങളിൽ പ്രവേശിച്ചിട്ട് യത്നിക്കണം. അങ്ങനെ ആ ദുർഗത്തെ ആശ്രയിച്ചവൻ ബലവാന്മാരായ ശത്രുക്കളെ അതിക്രമിക്കുന്നു. അങ്ങനെ അവർ ക്ഷീണന്മാരായിരിക്കുമ്പോൾ ആ അറിവുള്ളവനായിരിക്കുന്ന അവൻ യഥേഷ്ടം സഞ്ചരിക്കണം. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ആകുന്ന
ആ 6 ശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്നവർ ആദിയിൽ ഗൃഹസ്ഥധർമ്മങ്ങളിൽ പ്രവേശിച്ച് പരിശ്രമിക്കണം. പ്രബല ശത്രുക്കളെ ജയിപ്പാൻ ആരംഭിക്കുന്ന ആ വിവേകിയായിരിക്കുന്ന രാജാവ് ദുർഗങ്ങളെ ആശ്രയിച്ചിട്ടല്ലയോ പരിക്രമിക്കാറുള്ളത്. ശത്രുക്കൾ ക്ഷീണിച്ചുവെന്നു കണ്ടാൽ പിന്നെ ആ ദുർഗങ്ങളിലോ രാജധാനിയിലോ ഇഷ്ടം പോലെ വസിക്കുന്നതിൽ ദോഷമില്ല. അതുപോലെ അറിവുള്ള ഒരുവൻ ഇന്ദ്രിയങ്ങളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന കാലത്തിൽ ഗൃഹസ്ഥാശ്രമങ്ങളിൽ വിധിക്കപ്പെട്ട ധർമ്മങ്ങളെ അനുസരിച്ചുകൊണ്ട് ഉള്ള ഭോഗങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കുകയും ഭഗവത് ഭക്തിയെ ആശ്രയിച്ച് അവയുടെ ബലത്തെ കുറയ്ക്കുകയും ചെയ്യുവാൻ പരിശ്രമിക്കണം. ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞുവെന്ന് കണ്ടാൽ പിന്നെ ഗൃഹത്തിലോ വനത്തിലോ ഇഷ്ടമുള്ള ദിക്കിൽ വസിക്കുന്നതുകൊണ്ട് ദോഷം ഇല്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. യഹ ഷട്സപത്നാൻ വിജിഗീഷമാണഃ പൂർവം ഗൃഹേഷു നിർവിശ്യ യതേത ക്ഷീണേഷു വിപശ്ചൽ കാമം വിചരേൽ ദുർഗാശ്രിതഃ ഊർജിതാരീൻ അത്യേതി. യാതൊരാൾ ഷഡിന്ദ്രിയ ശത്രുക്കളെ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അയാൾ ആദ്യം ഗൃഹസ്ഥ വൃത്തിയിൽ പ്രവേശിച്ച് യത്നം ചെയ്യണം. ശത്രുക്കൾ ദുർബലമായി കഴിഞ്ഞാൽ വിവേകിയായിട്ടുള്ളവൻ ആ ഗൃഹത്തിലോ വനത്തിലോ ഇഷ്ടം പോലെ വിചരിച്ചു കൊള്ളട്ടെ. കോട്ടയ്ക്കുള്ളിലിരിക്കുന്നവൻ പ്രമുഖ ശത്രുക്കളെ ജയിക്കുന്നു. മുക്തിയെ ആഗ്രഹിക്കുന്ന സാധകൻ ആദ്യം ഗൃഹത്തിലിരുന്ന് ആ ഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ട് തന്നെ ആ ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള ഒരു കോട്ടയായിട്ടാണ് ആ ഗൃഹസ്ഥാശ്രമ വൃത്തിയെ കാണേണ്ടത് എന്ന ആശയം ആണ് ഇവിടെ പറയുന്നത്. ഈ ഗാർഹസ്ഥ്യ കോട്ട സാധാരണന്മാരെ സംബന്ധിച്ചതാണ്. പ്രിയവ്രതനാകട്ടെ ഭഗവത്പാദകമലമാവുന്ന കോട്ടയെ തന്നെ സ്വായത്തമാക്കിയിട്ടിരിക്കെ ഇന്ദ്രിയ ശത്രുജയം അദ്ദേഹത്തിന് സുസാധ്യമാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും അടങ്ങുന്ന 6 ശത്രുക്കളെ കീഴടക്കാൻ ഇച്ഛിക്കുന്നവൻ ആദ്യം ഗൃഹസ്ഥാശ്രമത്തിലൂടെ അതിന് പ്രയത്നിക്കണം. ഒരു കോട്ടമതിൽക്കുള്ളിൽ കഴിയുന്നവന് പ്രബലരായിരിക്കുന്ന ശത്രുക്കളെ ജയിപ്പാൻ എളുപ്പമുണ്ട്. അവിടെ ഇരുന്ന് ശത്രുക്കളെ ജയിച്ച ശേഷം പുറത്തേക്ക് കടക്കാം. ഇതാണ് വിവേകികളുടെ മാർഗം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 19ാമത്തെ ശ്ലോകം. ത്വം ത്വബ്ജനാഭാഘ്രിസരോജകോശദുർഗാശ്രിതോ നിർജിത ഷട്സപത്നഃ ഭുങ്ക്ഷ്വേഹ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്തസംഗ പ്രകൃതിം ഭജസ്വ. ത്വം ത്വബ്ജനാഭാഘ്രിസരോജകോശദുർഗാശ്രിതോ നിർജിത ഷട്സപത്നഃ ഭുങ്ക്ഷ്വേഹ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്തസംഗ പ്രകൃതിം ഭജസ്വ എന്നുള്ളതാണ്. അപ്പോൾ ത്വം അങ്ങാകട്ടെ ആ ഭഗവാന്റെ ശ്രീപാദപത്മം കോശമാകുന്ന അബ്ജനാഭ അംഘ്രി കോശ ആശ്രിത ശ്രീപാദപത്മം ഭഗവാന്റെ ശ്രീപാദപത്മമാകുന്ന കോശമാകുന്ന കോട്ടയെ ആശ്രയിച്ച് ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയവനായിട്ട് ആ ഈശ്വരൻ അനുവദിക്കുന്ന ആ ഭോഗങ്ങളെ ഇവിടെ വെച്ച് തന്നെ ആസക്തിയില്ലാത്തവനായിട്ട് അങ്ങ് അനുഭവിക്കൂ. അങ്ങനെ ആ പ്രകൃതി സ്വരൂപനെ ആശ്രയിച്ചാലും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ത്വം ത്വബ്ജനാഭാംഘ്രി സരോജകോശ ദുർഗാശ്രിതോ നിർജിത ഷട്സപത്ന ഭുങ്ക്ഷ്വേഹ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്തസംഗപ്രകൃതിം ഭജസ്വ. ത്വം അങ്ങ് തു ആകട്ടെ അബ്ജനാഭ അംഘ്രി സരോജകോശ ദുർഗ ആശ്രിത ആ ഭഗവാന്റെ ശ്രീപാദപത്മകോശമാകുന്ന കോട്ടയെ ആശ്രയിച്ച് നിർജിത ഷട്സപത്ന ആ ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയവനായിട്ട് പുരുഷാദിദിഷ്ടാൻ ഈശ്വരൻ അനുവദിക്കുന്ന ഭോഗങ്ങളെ ഇഹ ഇവിടെ വെച്ച് തന്നെ വിമുക്തസംഗ ആസക്തിയില്ലാത്തവനായിട്ട് ഭുങ്ക്ഷ്വ അനുഭവിക്കൂ. പ്രകൃതിം അതിലേക്ക് ആ പ്രകൃതി സ്വരൂപനെ ഭജസ്വ ആശ്രയിച്ചാലും. അപ്പോൾ ത്വം തു
അബ്ജനാഭ അങ്ങ് ആകട്ടെ അബ്ജനാഭ അംഘ്രിസരോജകോശം ദുർഗ ആശ്രിത ഭഗവാന്റെ ശ്രീപാദപത്മമാകുന്ന കോട്ടയെ ആശ്രയിച്ച് നിർജിത ഷഡ്സപത്ന ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയവനായിട്ട് പുരുഷാതിദിഷ്ടാൻ ഈശ്വരൻ അനുവദിക്കുന്ന ഭോഗങ്ങളെ ഇവിടെ വെച്ചു തന്നെ വിമുക്ത സംഘ ആസക്തിയില്ലാത്തവനായിട്ട് ഭുങ്ഷ്വ അനുഭവിക്കൂ. പ്രകൃതിം അതിലേക്ക് ആ പ്രകൃതി സ്വരൂപനെ ഭജസ്വ ആശ്രയിച്ചാലും. ത്വം തു അബ്ജനാഭ അംഘ്രിസരോജകോശ ആശ്രിത നിർജിത ഷഡ്സപത്ന പുരുഷാതിദിഷ്ടാൻ ഭോഗാൻ ഇഹ വിമുക്തസംഗ ഭുങ്ഷ്വ പ്രകൃതിം ഭജസ്വ. എന്നുകൂടി പറയാം. ത്വം തു അബ്ജനാഭ അംഘ്രിസരോജകോശ ദുർഗ ആശ്രിത നിർജിത ഷഡ്സപത്ന പുരുഷാതിദിഷ്ടാൻ ഭോഗാൻ ഇഹ വിമുക്തസംഗ ഭുങ്ഷ്വ പ്രകൃതിം ഭജസ്വ. അങ്ങ് ആ ഭഗവാന്റെ ശ്രീപാദപത്മകോശമാകുന്ന കോട്ടയെ ആശ്രയിച്ച് ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയാനായിട്ട് ഈശ്വരൻ അനുവദിക്കുന്ന ഭോഗങ്ങളെ ഇവിടെ വെച്ച് തന്നെ ആസക്തിയില്ലാത്തവനായിട്ട് അനുഭവിക്കൂ. അങ്ങനെ അതിലേക്ക് ആ പ്രകൃതി സ്വരൂപനെ ആശ്രയിച്ചാലും അങ്ങുന്ന ആ ഭഗവാന്റെ ശ്രീപാദമാകുന്ന ആ താമരയുടെ അന്തർഭാഗമാകുന്ന ദുർഗത്തെ ആശ്രയിച്ച് അവിടെ സുരക്ഷിതമാം വണ്ണം വസിച്ച് 6 ശത്രുക്കളെയും കീഴടക്കുക. ഈശ്വരൻ സാധിപ്പിക്കുന്ന ഇഹലോക സുഖങ്ങൾ അനാസക്തനായിട്ട് അനുഭവിക്കുക. അതിനായിട്ട് ആ മൂലപ്രകൃതിക്ക് കാരണക്കാരനായിരിക്കുന്ന ഈശ്വരനെ ഉപാസിക്കുക. ത്വം നീയാകട്ടെ അബ്ജനാഭാംഘ്രിസരോജകോശ ദുർഗാശ്രിത ഭഗവാന്റെ പാദസരോജകോശമാകുന്ന ദുർഗത്തെ ആശ്രയിച്ചവനായി നിർജിത ഷഡ്സപത്ന ഏറ്റവും ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയായിട്ട് പുരുഷാതിദിഷ്ടാൻ ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭോഗങ്ങളെ ഇഹ ഭുങ്ഷ്വ ഈ ലോകത്തിൽ ഭുജിച്ചാലും വിമുക്തസംഗ നിശേഷം മോചിപ്പിക്കപ്പെട്ട സംഘത്തോടു കൂടിയവനായിട്ട് പ്രകൃതിം സർവകാരണമായിരിക്കുന്ന ഭഗവാനെ ഭജസ്വ ആശ്രയിച്ചാലും. ത്വം തു നീയാകട്ടെ അബ്ജനാഭാംഘ്രിസരോജകോശ ദുർഗാശ്രിത ഭഗവാന്റെ പാദസരോജകോശമാകുന്ന ദുർഗത്തെ ആശ്രയിച്ചവനായിട്ട് നിർജിത ഷഡ്സപത്ന ഏറ്റവും ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയവനായിട്ട് പുരുഷാതിദിഷ്ടാൻ ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭോഗങ്ങളെ ഇഹ ഭുങ്ഷ്വ ഈ ലോകത്തിൽ ഭുജിച്ചാലും വിമുക്തസംഘ നിശേഷം മോചിപ്പിക്കപ്പെട്ട സംഘത്തോടു കൂടിയവനായിട്ട് പ്രകൃതിം സർവകാരണമായിരിക്കുന്ന ഭഗവാനെ ഭജസ്വ ആശ്രയിച്ചാലും. അപ്പോൾ ത്വം തു അബ്ജനാഭസരോജ കോശദുർഗാശ്രിത നിർജിത ഷഡ്സപത്ന പുരുഷാതിദിഷ്ടാൻ ഭോഗാൻ ഇഹ ഭുങ്ഷ്വ വിമുക്തസംഗ പ്രകൃതിം ഭജസ്വ. നീയാകട്ടെ ആ ഭഗവാന്റെ പാദസരോജകോശമാകുന്ന ദുർഗത്തെ ആശ്രയിച്ചവനായിട്ട് ഏറ്റവും ജയിക്കപ്പെട്ട 6 ശത്രുക്കളോട് കൂടിയവനായിട്ട് ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ ഭോഗങ്ങളെ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഭുജിച്ചാലും നിശേഷം മോചിപ്പിക്കപ്പെട്ട സംഘത്തോടു കൂടിയവനായിട്ട് ആ സർവകാരണമായിരിക്കുന്ന ആ ഭഗവാനെ ആശ്രയിച്ചാലും. സാധാരണ രാജാക്കന്മാർ ബാഹ്യശത്രുക്കളെ ജയിപ്പാൻ ദുർഗങ്ങളെ ആശ്രയിക്കട്ടെ, നീയാകട്ടെ ആന്തരശത്രുക്കളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന രാജാവായതുകൊണ്ട് ശ്രീനാരായണ പാദകമല മുകുളമാകുന്ന ആ ദുർഗത്തെ ആശ്രയിക്കുക. താമരമുട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന വണ്ടിന് ബാഹ്യങ്ങളായിരിക്കുന്ന ശീതോഷ്ണബാധകൾ ഇല്ലാതെയാകുന്നതുപോലെ ഭഗവത് പാദകമലത്തെ ആശ്രയിച്ചിരിക്കുന്നവനെ ആ ബാഹ്യങ്ങളായിരിക്കുന്ന മോദഖേദങ്ങൾ ബാധിക്കുകയില്ല. അങ്ങനെ ആ ഭഗവാന്റെ കാരുണ്യലാഭത്താൽ ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 6 ശത്രുക്കളെയും തീരെ ജയിക്കുന്നതുവരെ ഭഗവാൻ നൽകിയിരിക്കുന്ന അധികാരത്തെ സ്വീകരിച്ച് അതിന് അനുചിതങ്ങളായിരിക്കുന്ന ഭോഗങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുക. അനന്തരം ആ സർവസംഘങ്ങളെയും പരിത്യജിച്ചിട്ട് ഭഗവത് പാദത്തെ ഭജിക്കുകയും ചെയ്യുക. ത്വം തു അബ്ജനാഭാംഘ്രിസരോജകോശ ദുർഗാശ്രിത
നിർജിത ഷട്സപത്ന പുരുഷാദിദിഷ്ടാൻ ഭോഗാൻ ഇഹ ഭുങ്ക്ഷ പശ്ചാത് വിമുക്തസംഗ പ്രകൃതിം ഭജസ്വ. നീയാകട്ടെ ആ ശ്രീപത്മനാഭൻ്റെ പാദപത്മം മുകുളമാവുന്ന കോട്ടയെ ആശ്രയിച്ചവനും നിശേഷം ജയിക്കപ്പെട്ട അഷഡ് ഇന്ദ്രിയങ്ങളോട് കൂടിയ ഷഡിന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളോട് കൂടിയവനുമാവുന്നു. സർവേശ്വരൻ കനിഞ്ഞരുളിയിരിക്കുന്ന ഭോഗങ്ങളെ ഈ ഗൃഹസ്ഥ വൃത്തിയിൽ വെച്ച് അനുഭവിക്കുക. പിന്നീട് ആ സർവസംഘ പരിത്യാഗിയായിട്ട് ആ സ്വസ്വരൂപത്തെ ആത്മനിഷ്ഠയെ പ്രാപിച്ചാലും. പ്രവൃത്തിയും നിവൃത്തിയും ഈശ്വരാധിഷ്ഠങ്ങളായിരിക്കുന്ന മാർഗങ്ങളാണ്, പ്രവൃത്തിയും നിവൃത്തിയും. അതിനാൽ രണ്ടിനെയും നിഷേധിച്ചുകൂടാ. നിയന്ത്രിത ചിത്തനായിട്ട് ഈശ്വര ശ്രദ്ധയോടെ ആദ്യം പ്രവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്ന പക്ഷം അത് നിവൃത്തിയിലേക്കും തദ്വാര മുക്തിയിലേക്കും എത്തിക്കുന്നതോടെ ആ പ്രിയവ്രതൻ പിതൃനിയോഗം അനുസരിച്ച് ആ രാജ്യാധികാരം സ്വീകരിക്കുന്നതിൽ ആത്മപരാഭവം ആശിക്കേണ്ടതില്ല എന്നാണ് ആ ബ്രഹ്മാവിൻ്റെ ഉപദേശത്തിൻ്റെ സാരം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭാഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാവനത ശിരോധരോ ബാഢമിതി സ ബഹുമാനമുവാഹ. എന്നുകൂടി പറയാം. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാവനത ശിരോധരോ ബാഢമിതി സ ബഹുമാനമുവാഹ. അപ്പോൾ ഭാഗവതോത്തമനായിരിക്കുന്ന ആ പ്രിയവ്രതൻ, ആ ത്രൈലോക്യ ഗുരുവും ഭഗവാനുമായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശത്തെ ശ്രദ്ധയോടെ കേട്ടു. തൻ്റെ പിതാവായിരിക്കുന്ന മനുവിൻ്റെ ഉപദേശം സ്വീകരിക്കാതെ പോയതിൽ തനിക്ക് പറ്റിയ ജാള്യതയിൽ ലജിക്കുന്നവനായിട്ട് ആ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ ശാസനകളെ അനുസരിക്കാമെന്ന് സമ്മതിച്ച് അതിനെ ബഹുമാന പുരസ്സരം ശിരസാവഹിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതി സമഭിഹിത ഇപ്രകാരം ആദരപൂർവം പറയപ്പെട്ട മഹാഭാഗവത മഹാനായിരിക്കുന്ന ഭഗവത് ഭക്തൻ ത്രിഭുവന ഗുരോഹോ ആ മൂന്ന് ലോകങ്ങളുടെയും ഗുരുവായിരിക്കുന്ന ഭഗവത ഭഗവാനിൽ നിന്ന് ആത്മനഃ ലഘുതയാ ഭഗവാനിൽ നിന്നും തനിക്കുള്ള ന്യൂനതയെ ഓർത്തിട്ട് അവനത ശിരോധര അവനമിച്ച കണ്ഠത്തോടു കൂടിയവനായിട്ട് സബഹുമാനം ബഹുമാനപൂർവം ബാഠം ഇതി ഉവാഹ അപ്രകാരം തന്നെ എന്നും പറഞ്ഞ് വഹിച്ചു. ഒന്നുകൂടി പറയാം. ഇതി സമഭിഹിത ഇപ്രകാരം ആദരപൂർവം പറയപ്പെട്ട മഹാഭാഗവത മഹാനായ ഭഗവത് ഭക്തൻ ത്രിഭുവന ഗുരോഹോ മൂന്ന് ലോകങ്ങളുടെ ഗുരുവായിരിക്കുന്ന ഭഗവത ആ ഭഗവാനിൽ നിന്നും ആത്മനഃ ലഘുതയാ തനിക്കുള്ള ന്യൂനതയെ ഓർത്തിട്ട് അവനത ശിരോധര അവനമിച്ച കണ്ഠത്തോടു കൂടിയവനായിട്ട് സബഹുമാനം ബഹുമാനപൂർവം ബാഠം ഇതി ഉവാഹ അപ്രകാരം തന്നെ എന്നും പറഞ്ഞു വഹിച്ചു. അപ്പോൾ ഇതിട്ട് അന്വയം വന്നിട്ട് ഇതി സമഭിഹിത മഹാഭാഗവത ത്രിഭുവനഗുരോഹോ ഭഗവത ആത്മനഃ ലഘുതയാ അവനത ശിരോധര സബഹുമാനം ബാഠം ഇതി ഉവാഹ. എന്നുകൂടി പറയാം. ഇതി സമഭിഹിത മഹാഭാഗവത ത്രിഭുവനഗുരോ ഭഗവത ആത്മനഃ തയാ അവനതശിരോധര സബഹുമാനം ബാഠം ഇതി ഉവാഹ. പ്രകാരം ആദരപൂർവം പറയപ്പെട്ട മഹാനായിരിക്കുന്ന ഭഗവത് ഭക്തൻ ആ മൂന്ന് ലോകങ്ങളുടെയും ഗുരുവായിരിക്കുന്ന ഭഗവാനിൽ നിന്നും തനിക്കുള്ള ന്യൂനതയെ ഓർത്തിട്ട് അവനമിച്ച കണ്ഠത്തോടു കൂടിയവനായിട്ട് ബഹുമാനപൂർവം അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു വഹിച്ചു. ശ്രീശുകൻ പറയുകയാണ്. ഇപ്രകാരം ബ്രഹ്മാവ് ആ
ഉപദേശിച്ചപ്പോൾ മഹാഭാഗവതനായിരിക്കുന്ന പ്രിയവ്രതൻ, ത്രിലോക ഗുരുവായിരിക്കുന്ന ശ്രീനാരായണ ഭഗവാൻ തന്നെ ബ്രഹ്മമുഖത്താൽ അരുളി ചെയ്തതിനെ, ത്രിലോക ഗുരുവായിരിക്കുന്ന ശ്രീനാരായണ ഭഗവാൻ തന്നെ ബ്രഹ്മമുഖത്താൽ അരുളി ചെയ്തതിനെ ദണ്ഡനമസ്കാരം ചെയ്ത് ബഹുമാനത്തോടുകൂടി ശിരസാവഹിച്ചു. ഭഗവാനിൽ വെച്ച് എത്രയോ ലഘുതരനായവൻ താൻ എന്ന വിനയം പ്രിയവ്രതനുണ്ടായതുകൊണ്ട് പൂർവ്വനിശ്ചയത്തെ ഉപേക്ഷിക്കുകയും രാജ്യത്തെ സ്വീകരിപ്പാനായി ഉറയ്ക്കുകയും ചെയ്തു. മർക്കടമുഷ്ടി ഉപേക്ഷിക്കാത്തവൻ മഹാനുഭാവനാകയില്ല എന്നും കർമ്മമാർഗം മോക്ഷയുള്ളവനാൽ അഭികാമ്യം തന്നെ എന്നും ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് ഈ 2-3 ശ്ലോകത്തിൻ്റെ ആ വ്യാഖ്യാനം എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അഭിമാനശൂന്യോ മുക്തോപി യാവത് പ്രാരബ്ധകർമ്മം താവത് സ്വദേഹം വിഭർത്തി, അത് പറഞ്ഞതാണ്. അജിതേന്ദ്രിയസ്യ വനേഷ്വപി സംസാരസ്യ യതഃ ഷഡ്ശത്രുസഹിതഃ ആസ്തേ ജിതേന്ദ്രിയസ്യ ഗൃഹാശ്രമോ രാഗാദിദോഷം ന കരോതി എന്ന് പറഞ്ഞു. യഥാ ലോകേ നരോ ദുർഗാശ്രയേണ ശത്രുൻ, എപ്രകാരം ലോകത്തിലുള്ള ജനങ്ങൾ ആ ദുർഗാശ്രയത്തെ, ദുർഗങ്ങളെ ആശ്രയിച്ചിട്ട്, കോട്ടകളെ ആശ്രയിച്ചിട്ട് ശത്രുക്കളെ ജയിക്കുന്നു. പശ്ചാൽ, അതിനുശേഷം ക്ഷീണേഷ്വിഷു, ക്ഷീണന്മാരായിരിക്കുന്ന അവരെ ദുർഗേ വാന്യത്ര വർത്തത്തെ, ക്ഷീണന്മാരായിരിക്കുമ്പോൾ അവരെ അവിടെ നിർത്തില്ല, അവരെ തോൽപ്പിച്ച് ഏവം ഗൃഹേഷു സ്ഥിത്വ, അങ്ങനെ ഗൃഹത്തിൽ ഇരുന്ന് ഷഡിന്ദ്രിയാണി, ആ 6 ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ജയിച്ച ജിത്വ പശ്ചാത്, പിന്നീട് ഗൃഹേ വനേ വാ വിചര, ഗൃഹത്തിലാകട്ടെ വനത്തിലാകട്ടെ വിചരിക്കുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഇഷ്ടാനുപൂർവം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. യഥാ ലോകേ നരോ ദുർഗാശ്രയേണ ശത്രുൻ ജിത്വ, എപ്രകാരമാണോ ലോകത്തിലെ ആ നരന്മാർ, ആ മനുഷ്യർ ആ കോട്ടകളെ ആശ്രയിച്ച് ആ ശത്രുക്കളെ ജയിക്കുന്നത്. പശ്ചാത്, പിന്നീട് അവർ ക്ഷീണന്മാരാവുമ്പോൾ ദുർഗേവ അന്യത്ര വർത്തത്തെ, ആ ദുർഗത്തിൻ്റെ പുറത്ത് എല്ലായിടത്തും അവർ വളരെ സ്വതന്ത്രപൂർവം വർത്തിക്കുന്നു. ഏവം അതുപോലെ ഗൃഹേഷു സ്ഥിത്വ, ഏവം ഗൃഹത്തിലിരുന്നിട്ട് ഷഡിന്ദ്രിയാണി ജിത്വ, ഷഡിന്ദ്രിയങ്ങളെ 6 ഇന്ദ്രിയങ്ങളെയും ജയിച്ചിട്ട് പശ്ചാൽ, പിന്നീട് ഗൃഹേ വനേ വാ വിചർ, ഗൃഹത്തിലാവട്ടെ വനത്തിലാവട്ടെ നമ്മൾക്ക് വിചരിക്കാം എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. യഥാലോകേ നരോ ദുർഗാശ്രയേണ ശത്രുൻ ജിത്വാ പശ്ചാത് ക്ഷീണേഷവരിഷു ദുർഗേ വാന്യത്ര വർത്തത്തെ ഏവം ഗൃഹേഷു സ്ഥിത്വാ ഷഡിന്ദ്രിയാണി ജിത്വാ പശ്ചാത് ഗൃഹേ വനേ വാ വിചരേത്. ഹേ പ്രിയവ്രതഃ, ത്വം തു, അല്ലയോ പ്രിയവ്രത, അങ്ങ് കൃഷ്ണചരണാരവിന്ദരൂപം ദുർഗം, കൃഷ്ണചരണാരവിന്ദമാകുന്ന രൂപമാകുന്ന ദുർഗത്തെ ശ്രിതോ, ആശ്രയിച്ചിട്ട് മന ആദീൻ, ആദികളെ, മനസ്സ് തുടങ്ങിയിട്ടുള്ള മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവകളെ ജിത്വേഹ ജയിച്ചിട്ട് ഭോഗാൻ ഭുങ്ക്ഷ, ഭോഗങ്ങളെ ഭുജിച്ചിട്ട് പശ്ചാൽ, പിന്നീട് മുക്തസംഗഹസൻ, മുക്തസംഗനായിട്ട് സ്വരൂപം ഭജ, സംഗനായിരിക്കുന്ന സ്വന്തം സ്വരൂപത്തെ ഭജിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഹേ പ്രിയവ്രത, ത്വം തു, അവിടുന്ന് കൃഷ്ണചരണാരവിന്ദരൂപം ദുർഗം ശ്രിതോ, കൃഷ്ണചരണാരവിന്ദമാകുന്ന ദുർഗത്തെ ആശ്രയിച്ചിട്ട് മന ആദീൻ ജിത്വേഹ, മനസ്സ് തുടങ്ങിയവയെ ജയിച്ചിട്ട് ഭോഗാൻ ഭുങ്ക്ഷ, ഭോഗങ്ങളെ അനുഭവിച്ച് പശ്ചാൽ, പിന്നീട് മുക്തസംഗ, സകല സംഘങ്ങളിൽ നിന്നും മുക്തനായിട്ട് സ്വന്തം സ്വരൂപത്തെ ഭജ, സൻ, തന്ത്രിവടിയുടെ സ്വരൂപത്തെ ഭജിക്കുക. ഹേ പ്രിയവ്രത, ത്വം തു കൃഷ്ണചരണാരവിന്ദരൂപം ദുർഗം
ശ്രുതോ മന ആദീൻ ജിത്വേഹ ഭോഗാൻ ഭുങ്ഷ്വ പശ്ചാൽ മുക്തസംഗ സൻ സ്വരൂപം ഭജ എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, ശ്രീശുക ഉവാച പ്രിയവ്രതോ ബ്രഹ്മണ ശിക്ഷിതേ സ്വീചകാര. പ്രിയവ്രതൻ ബ്രഹ്മദേവൻ ആ പറഞ്ഞത് പ്രകാരം അതിനെ സ്വീചകാര സ്വീകരിച്ചു. ബ്രഹ്മാവും പ്രിയവ്രതനാരദയോ സമീക്ഷമാണയോ സതോർ അന്താർഹിതവാൻ. പ്രകാരം ആ ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചപ്പോൾ മഹാഭക്തനായിരിക്കുന്ന പ്രിയവ്രതൻ ത്രിലോക ഗുരുവായിരിക്കുന്ന ശ്രീനാരായണ ഭഗവാൻ തന്നെ ആ ബ്രഹ്മമുഖത്താൽ അരുളി ചെയ്തതിന് ദണ്ഡ നമസ്കാരം ചെയ്ത് ബഹുമാനത്തോടുകൂടി ശിരസാവഹിച്ചു. ഭഗവാനിൽ വെച്ച് എത്രയോ ലഘുതരൻ ആയവൻ താൻ എന്ന വിനയം പ്രിയവ്രതനുണ്ടായതുകൊണ്ട് ആ പൂർവ്വനിശ്ചയത്തെ ഉപേക്ഷിക്കുകയും രാജ്യത്തെ സ്വീകരിപ്പാനായിട്ട് ഉറക്കുകയും ചെയ്തു. മർക്കടം മുഷ്ടി ഉപേക്ഷിക്കാത്തവൻ മഹാനുഭാവനാകയില്ല എന്നും കർമ്മമാർഗം മോക്ഷേച്ഛയുള്ളവനാൽ അഭികാമ്യം തന്നെ എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവി പ്രിയവ്രത നാരദയോഹോ, പ്രിയവ്രതനും നാരദനോടും സമീക്ഷമാണയോഹോ, നാരദനെയും കണ്ട് സതോരന്തർഹിതവാൻ. അന്തർഹിതനായിട്ട് ചിന്തിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രകാരം ബ്രഹ്മാവ് നാരദമുനിക്ക് ഉപദേശിച്ചപ്പോൾ മഹാഭക്തനായിരിക്കുന്ന പ്രിയവ്രതൻ ത്രിലോക ഗുരുവായിരിക്കുന്ന ശ്രീനാരായണ ഭഗവാൻ തന്നെ ബ്രഹ്മമുഖത്താൽ അരുളി ചെയ്തതിന് ദണ്ഡ നമസ്കാരം ചെയ്ത് ബഹുമാനത്തോടു കൂടിയിട്ട് ശിരസാ വഹിച്ചു. ആ ഭഗവാനിൽ വെച്ച് എത്രയോ ലഘുതരൻ ആയവൻ താൻ എന്ന വിനയം ആ പ്രിയവ്രതനുണ്ടായതുകൊണ്ട് പൂർവ്വനിശ്ചയത്തെ ഉപേക്ഷിക്കുകയും രാജ്യത്തെ സ്വീകരിപ്പാൻ ആയി ഉറയ്ക്കുകയും ചെയ്തു. മർക്കടമുഷ്ടി ഉപേക്ഷിക്കാത്തവൻ മഹാനുഭാവനാകയില്ല എന്നും കർമ്മമാർഗം മോക്ഷേച്ഛയുള്ളവനാൽ അഭികാമ്യം തന്നെ എന്നും സൂചിപ്പിക്കുന്നു ഇവിടെ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഭഗവാനപി മനുനാ യഥാവതുപകൽപ്പിതാപജിതി പ്രിയവ്രതനാരദയോർ അവിഷമമഭിസമീക്ഷമാണയോരാത്മന പ്രിയവ്രതനാരദയോരവിഷമമഭിസമീക്ഷമാണയോരാത്മസമവസ്ഥാന അവാങ്മനസം ക്ഷയമവ്യവഹതം പ്രവർത്തയന്നഗമത്. ഭഗവാനഭിമനുനാ യഥാവതുപകൽപ്പിതാപജിതി പ്രിയവ്രതനാരദയോർ അവിഷമമഭിസമീക്ഷമാണയോരാത്മസമാവസ്ഥാന അവാങ്മനസം ക്ഷയമവ്യവഹൃതം പ്രവർത്തയന്നഗമത്. ബ്രഹ്മാവിനെ ഇവിടെ ഭാഗവതോത്തമനായിരിക്കുന്ന പ്രിയവ്രതൻ ആ ത്രൈലോക്യ ഗുരുവും ഭഗവാനുമായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശത്തെ ശ്രദ്ധയോടെ കേട്ടു. തൻ്റെ പിതാവായ മനുവിൻ്റെ ഉപദേശം സ്വീകരിക്കാതെ പോയതിൽ തനിക്ക് പറ്റിയ ആ ജാള്യതയിൽ ലജ്ജിക്കുന്നവനായിട്ട് ആ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ ശാസനം അനുസരിക്കാമെന്ന് സമ്മതിച്ചു. അതിന് ബഹുമാന പുരസ്സരം ശിരസാ വഹിച്ചു. എന്നിട്ടാണ് 21ാമത്തെ ശ്ലോകം പറയുന്നത്. ഭഗവാനപി മനുനാ യഥാവതുപകൽപ്പിതാപജിതി പ്രിയവ്രത
നാരദയോരവിഷമം അഭിസമീക്ഷമാണ് മാണയോരാത്മസമവസ്ഥാൻ അവാങ്മനസം ക്ഷയമവ്യവഹൃതം പ്രവർത്തയന്നഗമത്. ബ്രഹ്മാവിനെ മനു യഥാവിധി പൂജിച്ചു. പ്രിയവ്രതന് തൻ്റെ മനുഷ്യപ്രാപ്തിക്ക് വിഘ്നം വരുന്നുവെന്നോ, നാരദന് ആ ശിഷ്യൻ അന്യമാർഗത്തിൽ പ്രവേശിച്ചു എന്നോ വ്യഥ ഇല്ലെന്ന് മനസ്സിലാക്കിയ ആ ബ്രഹ്മാവ് അവർ നോക്കി നിൽക്കവേ വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന ആ ഈശ്വര തത്വത്തെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആസ്ഥാനത്തേക്ക് എഴുന്നള്ളി. ഭഗവാൻ അപി മനുന യഥാവതുക ഉപകൽപ്പിതം ആപജിതിഹി. യഥാവിധി പൂജിച്ചു. ആ ബ്രഹ്മാവിനെ മനു യഥാവിധി പൂജിച്ചു. പ്രിയവ്രത നാരദയോർ അവിഷമ അഭിസമീക്ഷമാണ്. പ്രിയവ്രതന് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വിഘ്നം വന്നുവെന്നോ, നാരദന് ആ ശിഷ്യൻ അന്യമാർഗത്തിൽ പ്രവേശിച്ചുവെന്നോ വ്യഥയില്ലെന്നു മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ബ്രഹ്മാവ് അവർ നോക്കി നിൽക്കവേ വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന ഈശ്വര തത്വത്തെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആസ്ഥാനത്തേക്ക് എഴുന്നള്ളി എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് നോക്കാം. മനുന ആ മനുവിനാൽ യഥാവത് ആ വിധിപ്രകാരം ഉപകൽപ്പിതാപജിതി ആ സമർപ്പിക്കപ്പെട്ട പൂജയോടുകൂടിയ ഭഗവാൻ അപി ആ ബ്രഹ്മാവും പ്രിയവ്രത നാരദയോഹോ പ്രിയവ്രതനും നാരദനും അവിഷമം വിഷമഭാവമില്ലാത്ത വിധം അഭിസമീക്ഷമാണ് അഭിസമീക്ഷമാണയോ ആദരപൂർവം നോക്കിക്കൊണ്ടു നിൽക്കുമ്പോൾ അവാങ്മനസം വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തതും അവ്യവഹൃതം വ്യവഹാരത്തെ അതിക്രമിച്ചിരിക്കുന്നതും ആയിരിക്കുന്ന തത്വത്തെ പ്രവർത്തയൻ ഉച്ചരിച്ചുകൊണ്ട് ആത്മസമവസ്ഥാനം ആത്മാവിൻ്റെ അവസ്ഥാനത്തോടു കൂടിയ ക്ഷയം ലോകത്തെ അകമൽ ലോകത്തിൽ നിന്നും അദ്ദേഹം ഗമിച്ചു എന്നുള്ളതാണ് പറയണം. മനുന മനുവിനാൽ യഥാവത് വിധിപ്രകാരം ഉപകൽപ്പിതാപജിതിഹി സമർപ്പിക്കപ്പെട്ട പൂജയോടുകൂടിയിരിക്കുന്ന ഭഗവാൻ അപി ആ ബ്രഹ്മാവും പ്രിയവ്രത നാരദയോഹോ പ്രിയവ്രതനും നാരദനും ബ്രഹ്മാവും പ്രിയവ്രതനും നാരദനും എന്നർത്ഥം. അവിഷമം വിഷമഭാവമില്ലാത്ത വിധം അഭിസമീക്ഷമാണയോഹോ ആദരപൂർവം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവരൊക്കെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവാങ്മനസം വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തതും അവ്യവഹൃതം വ്യവഹാരത്തെ അതിക്രമിച്ചിരിക്കുന്നതും ആയിരിക്കുന്ന തത്വത്തെ ആ തത്വത്തെ പ്രവർത്തയൻ ഉച്ചരിച്ചുകൊണ്ട് ആത്മസമവസ്ഥാനം ആത്മാവിൻ്റെ അവസ്ഥാനത്തോടു കൂടിയ ക്ഷയം ആ ലോകത്തെ അഗമത് ലോകത്തിലേക്ക് അദ്ദേഹം ഗമിച്ചു. പുത്രനായിരിക്കുന്ന പ്രിയവ്രതനെ ആ പരിപാലനത്തിൽ ഏർപ്പെടുത്തി. അതിനാൽ സന്തോഷിച്ച ആ മനു ആ ബ്രഹ്മദേവനെ യഥാവിധി പൂജിച്ച് നിവൃത്തിമാർഗത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിച്ചത് സാധിച്ചില്ലല്ലോ എന്നുള്ള ആ അസന്തോഷം ഇല്ലെന്ന് ആ പ്രിയവ്രതനും ശിഷ്യലാഭത്തിന് വിഘ്നം നേരിട്ടുവല്ലോ എന്നുള്ള വിഷാദം ഇല്ലെന്ന് നാരദരും വെളിപ്പെടുത്തിക്കൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ നേരെ നോക്കി നിന്നു. അപ്പോൾ ആ ഭഗവാൻ ബ്രഹ്മദേവൻ മനസ്സിനും വാക്കിനും വിഷയമല്ലാത്തതും വ്യവഹാരമാർഗത്തെ അതിക്രമിച്ചിരിക്കുന്നതുമായിരിക്കുന്ന ശ്രീനാരായണ തത്വത്തെ ഉച്ചരിച്ചുകൊണ്ട് ആ സർവാസസ്ഥാനമായ സത്യലോകത്തെ പ്രാപിച്ചു. ഇതി സമഭിഹിതഃ മഹാഭാഗവതഃ ത്രിഭുവനഗുരോ ഭാഗവതഃ അനുശാസനം ആത്മാനം ലഘുതയാ അവനതശിരോധരഃ ബാഠം ഇതി സബഹുമാന ഉവാഹ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നു. ഇപ്രകാരം ആ നിർദ്ദേശിക്കപ്പെട്ട ആ പരമഭാഗവതനായിരിക്കുന്ന പ്രിയവ്രതൻ ആ ത്രിലോകാചാര്യനായിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ അനുശാസനത്തെ തന്തിരുവടിയെ അപേക്ഷിച്ച് തനിക്കുള്ള
നിസ്സാരതാബോധത്താൽ ആനമ്രശിരസ്കനായി ഭവിച്ചിട്ട് അതെ ശരി അപ്രകാരമാവാമെന്ന് പറഞ്ഞിട്ട് സദയം ആ പിതാവിൻ്റെ ആജ്ഞയെ ശിരസ വഹിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുകയുണ്ടായി. ഇത് സമഭിഹിത മഹാഭാഗവതം ത്രിഭുവനഗുരോ ഭാഗവത അനുശാസനം ആത്മാനഹ ലഘുതയാ അവനതശിരോധര പാഠം ഇതി സബഹുമാന ഉവാഹ. ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട പരമഭാഗവതനായിരിക്കുന്ന പ്രിയവ്രതൻ ത്രിലോകചര്യനായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ്റെ അനുശാസനത്തെ തന്തിരുവടിയെ അപേക്ഷിച്ച് തനിക്കുള്ള നിസ്സാരതാബോധത്താൽ ആനമ്രശിരസ്കനായി ഭവിച്ചിട്ട് അപ്രകാരമാവട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ശിരസ വഹിച്ചു. എന്നിട്ടാണ് പറയുന്നത് ഭഗവാൻ അപി മനുന യഥാവത് ഉപകൽപ്പിതമപചിതി പ്രിയവ്രത നാരദയോ അവിഷമം അഭിവീക്ഷമാണയോ സതോ ആത്മസമവസ്ഥാനം അവാങ്മനസം ക്ഷയം അവ്യവഹൃതം പ്രാർത്ഥയൻ അഗമത്. ബ്രഹ്മാവും മനുവിനാൽ വിധിയാവണ്ണം ആരാധിതനായിട്ട് പ്രിയവ്രതനും നാരദനും ആ വിഷമഭാവം കാണിക്കാതെ തന്നെ നോക്കി നിൽക്കെ ആ ആത്മാവിൻ്റെ സ്വരൂപസ്ഥിതിയുള്ളതും വാക്കിനും മനസ്സിനും വിഷയീഭവിക്കാത്തതുമായിരിക്കുന്ന തൻ്റെ ആവാസസ്ഥാനത്തിലേക്ക് വ്യവഹാരാതീതമായിരിക്കുന്ന ആ നിർഗുണ ബ്രഹ്മതത്വത്തെ ധ്യാനിച്ചുകൊണ്ട് അതിലേക്ക് നിർഗമിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആ പുത്രനെ ആ രാജ്യപരിപാലനത്തിൽ ഏർപ്പെടുത്തിയിട്ട് ഭഗവാനെ ആരാധിപ്പാൻ വനത്തിലേക്ക് പോകണമെന്നുള്ള മനുവിൻ്റെ മനോരഥത്തെ ഈ വിധം ഭഗവാനായിരിക്കുന്ന ബ്രഹ്മദേവൻ സാധിപ്പിച്ചപ്പോൾ നാരദരുടെ അനുമതിയോടുകൂടി സകല ഭൂമണ്ഡലത്തെ മര്യാദയിൽ നിർത്തി പരിപാലിപ്പാനായിട്ട് പുത്രനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്ത് നിശ്ചയിച്ചു. ഏറ്റവും വിഷമങ്ങളായിരിക്കുന്ന വിഷയവാസനകളുടെ ആവാസമായിരിക്കുന്ന ഗൃഹത്തിൽ നിന്നും ലഭിക്കുന്ന ആ ഭോഗങ്ങളിലുള്ള ആശയെ മതിയാക്കി. അപ്പോൾ ഇത് അതിനു മുമ്പുള്ള പുത്രനായിരിക്കുന്ന പ്രിയവ്രതനെ ആ രാജ്യപരിപാലനത്തിൽ ഏർപ്പെടുത്തിയതിനാൽ അസന്തോഷിച്ച മനു ആ ബ്രഹ്മദേവനെ യഥാവിധി പൂജിച്ച് നിവൃത്തി മാർഗത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിച്ചത് സാധിച്ചില്ലല്ലോ എന്നുള്ള ആ അസന്തോഷം ഇല്ലെന്ന് ആ പ്രിയവ്രതനും ശിഷ്യലാഭത്തിന് വിഘ്നം നേരിട്ടുവല്ലോ എന്നുള്ള വിഷാദം ഇല്ലെന്ന് ആ നാരദനും വെളിപ്പെടുത്തിക്കൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ നേരെ നോക്കി നിന്നു. അപ്പോൾ ആ ഭഗവാൻ ബ്രഹ്മദേവൻ മനസ്സിനും വാക്കിനും വിഷയമല്ലാത്തതും വ്യവഹാരമാർഗത്തെ അതിക്രമിച്ചിരിക്കുന്നവനും എന്നതും ആയിരിക്കുന്ന ആ ശ്രീനാരായണ തത്വത്തെ ഉച്ചരിച്ചുകൊണ്ട് സ്വവാസസ്ഥാനമായിരിക്കുന്ന സത്യലോകത്തെ പ്രാപിച്ചു. അപ്പോൾ അടുത്ത ശ്ലോകം 22-ാമത്തെ ശ്ലോകം. മനുരപി പരേണൈവം പ്രതിസന്ധിതമനോരഥ സുരർഷിവരാനുതമേനാത്മജം അഖിലധരാമണ്ഡല സ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ സ്വയമതിവിഷമം വിഷജലാശയാശായാ ഉപരരാമ. മനുരപി പരേണൈവം പ്രതിസന്ധിതമനോരഥഃ സുരർഷിവരാനുമതേനാത്മജമഖില ധരാമണ്ഡലസ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ സ്വയമതി ജലാശയാശായാ ഉപരരാമ. പരം ആയിരിക്കുന്ന
ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മാവിനെ മനു യഥാവിധി പൂജിച്ചു എന്ന് പറഞ്ഞു. തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വിഘ്നം വന്നുവെന്നോ നാരദന് ശിഷ്യ അന്യമാർഗത്തിൽ പ്രവേശിച്ചുവെന്നോ വ്യവസ്ഥയില്ലെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് അവർ നോക്കി നിൽക്കവേ വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന ഈശ്വരതത്വത്തെ ചിന്തിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പോയി. മനുരപി പരേണൈവം പ്രതിസന്ധിത മനോരഥ സുരർഷിവരാനുമതേന ആത്മജമഖിലധരാമണ്ഡല സ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ വിഷജലാശയാശായ ഉപരരാമ. സുരർഷിവര അനുമതേന ആത്മജം അഖിലധരാമണ്ഡല സ്ഥിതിഗുപ്തയെ സ്വയം വിഷജലാശയ ആശയാഹ എന്ന് ഛേദം. അപ്പോൾ മനുവിൻ്റെ ആ മനോരഥം ആ ബ്രഹ്മാവ് സഫലമാക്കി. നാരദൻ്റെ അനുവാദപ്രകാരം പുത്രനായിരിക്കുന്ന പ്രിയവ്രതനെ ഭൂമണ്ഡലത്തിൻ്റെ ആകമാനം ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ ദുസ്തരമായ വിഷജലാശയമാകുന്ന സംസാരത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മോചിതനായി. ഇവിടെ മനുഹു അപി ഏവം പരേണ പ്രതിസന്ധിതമനോരഥ സുരർഷിവരാനുമതേന അഖിലധരാമണ്ഡലസ്ഥിതി ഗുപ്തയെ ആത്മജം ആസ്ഥാപ്യ വിഷജലാശയാശായ സ്വയം ഉപരരാമ. സ്വയംഭുവമനുവാകട്ടെ ഇപ്രകാരം ആ ബ്രഹ്മദേവനാൽ സാധിപ്പിച്ചു കൊടുക്കപ്പെട്ട അഭിലാഷത്തോടു കൂടിയവനായിട്ട് ഭവിച്ച് ആ ശ്രീനാരദൻ്റെ അനുവാദത്തോടുകൂടി ആ ഭൂമണ്ഡലത്തിൽ മുഴുവനും തൻ്റെ യോഗക്ഷേമ സംരക്ഷണാർത്ഥം സ്വപുത്രനായിരിക്കുന്ന പ്രിയവ്രതനെ നിയമിച്ച് ദുസ്തരമായിരിക്കുന്ന ആ വിഷജലാശയത്തിൻ്റെ ആ ഭാഗത്തു നിന്നും സ്വയം ഒഴിഞ്ഞു മാറി. ബ്രഹ്മാവിനെ മനു യഥാവിധി പൂജിച്ചു. പ്രിയവ്രതന് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വിഘ്നം വന്നുവെന്നോ നാരദൻ്റെ ശിഷ്യൻ അന്യമാർഗത്തിൽ പ്രവേശിച്ചുവെന്നോ വ്യഥയില്ലെന്ന് മനസ്സിലാക്കിയ ആ ബ്രഹ്മാവ് അവർ നോക്കി നിൽക്കെ വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന ഈശ്വരതത്വത്തെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആസ്ഥാനത്തിലേക്ക് എഴുന്നള്ളി. അങ്ങനെ ആ മനുവിൻ്റെ മനോരഥം ബ്രഹ്മാവ് സഫലമാക്കി. നാരദൻ്റെ അനുവാദപ്രകാരം പുത്രനായിരിക്കുന്ന പ്രിയവ്രതനെ ഭൂമണ്ഡലത്തിൻ്റെ ആകമാനം ചക്രവർത്തിയായി അഭിഷേകം കഴിച്ചു. അങ്ങനെ ദുസ്തരമായ ആ വിഷജലാശയമാകുന്ന ആ സംസാരത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും മോചിതനായി. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് ശ്രീശുകോവാച പ്രിയവ്രതോ ബ്രഹ്മണ ശിക്ഷിതം സ്വീചകാര. ബ്രഹ്മാവ് പറഞ്ഞതുപോലെ ആ ശിക്ഷിക്കപ്പെട്ട ആ ശാസനകളെ സ്വീകരിച്ചു. ബ്രഹ്മാവ് പ്രിയവ്രതനാരദനോടുകൂടി സമീക്ഷമാണയോ ഇപ്രകാരം എല്ലാം പറഞ്ഞ് സതോരന്തർഹിതവാൻ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. ബ്രഹ്മാവ് ആ നാരദനോടൊക്കെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും അന്തർധാനം ചെയ്തു. ശ്രീശുകോവാച പ്രിയവ്രതോ ബ്രഹ്മണ ശിക്ഷിതം സ്വീചകാര ബ്രഹ്മാഭി പ്രിയവ്രതനാരദയോ സമീക്ഷമാണയോ സതോരന്തർഹിതവാൻ. അങ്ങനെ അവിടെ നിന്നും ആ ബ്രഹ്മാവ് അപ്രത്യക്ഷമായി. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ശ്രീഹരേ.